Hi everyone, it's me Rahul. Welcome to Modern FX My YouTube channel. So നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലൂടെ പോകാം. അതിന് മുന്നേ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ട്രേഡ് ചെയ്തത്, നമ്മുടെ ഇന്നത്തെ ട്രേഡ് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഞാൻ പറയുന്നില്ല, ഇന്നലത്തെ അതായത് നാളത്തെ അല്ല യെസ്റ്റർഡേ നമ്മൾ ചെയ്തു വെച്ച യൂട്യൂബ് വീഡിയോ ജസ്റ്റ് 2 മിനിറ്റ് പോയി നോക്കിയിട്ട് വരാം. അപ്പം മനസ്സിലാവും നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തതെന്ന്. ഓക്കെ, സോ ഇതാണ് ഇന്നലത്തെ വീഡിയോ. സോ നാളെ നമ്മുടെ പ്ലാൻ എന്താണ്? സെൽ ഓൺ ദ റൈസ്. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ ചെയ്യാം. അതിൽ നോക്കുക 24,299 ഈ ഏരിയയിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം. അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് താഴെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമുക്ക് 24,299 ദ പെർഫെക്ഷൻ നോക്ക് 24,299 പെർഫെക്റ്റ് ആ ലെവൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എല്ലാ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിലും ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ്? സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, മാർക്കറ്റിന് സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സോ മാർക്കറ്റ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് FEG എവിടെയാണ് കാണുന്നത്? ഇവിടെ ഒരു FEG ഉണ്ട്, ഇത് മാർക്കറ്റിൻ്റെ FEG ആണ്. ആൻഡ് അതിൻ്റെ താഴെ ഇത് മാർക്കറ്റിൻ്റെ FEG ആണ്. സോ ഈ FEG ഓൾറെഡി ഓൾമോസ്റ്റ് ടാപ്പറാണ്. സോ അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ താഴത്തെ FEGs പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു FEG ആണ്. അതായത് മുകളിൽ നിന്ന് സെല്ല് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വന്ന് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാനുള്ള ലെവൽസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് വരുന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് എന്നായിരിക്കും. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് നിന്ന് നമ്മൾ ആസ് പെർ എൻ്റെ ഇതാണെങ്കിൽ ഞാനിവിടെ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇതിൻ്റെ മുകളിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ഫസ്റ്റ് ടാർഗറ്റ്, പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ടാർഗറ്റായ നമ്മുടെ ലിക്വിഡിറ്റി. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എവിടുന്ന് റിയാക്ട് ചെയ്യും, നമ്മുടെ ലിക്വിഡിറ്റി എന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ളത്. സോ ഞാനിവിടെ നമ്മുടെ ലിക്വിഡിറ്റി വരച്ചിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി എടുത്തു. സോ ഇത് നമ്മുടെ ലിക്വിഡിറ്റി വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ അറിയാം ഇതാണ് ആ ലിക്വിഡിറ്റി പെർഫെക്റ്റ് സോൺ. നിങ്ങൾ നോക്കിയാൽ അറിയാം 24,115 24,000 ഈ ഏരിയ 15. ഓക്കെ, 20 ജസ്റ്റ് താഴോട്ടിറക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഏരിയ 15. ഓക്കെ, ആ പെർഫെക്റ്റ് ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്തു? വീണ്ടും ഒരു ബൗൺസ് വന്നു, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ നിഫ്റ്റിക്ക് ഒരു ബൗൺസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഈ ഏരിയ നിന്നായിരുന്നു. ആ ബൗൺസിന് ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അവിടുന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്തു പെർഫെക്റ്റ്. ആ ബൗൺസ് എടുത്ത് ആൾക്കാർ പ്രോഫിറ്റ് ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ അവർ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. ബൗൺസ് ചെയ്തായിരുന്നു നിഫ്റ്റി. ഈ ഒരു ട്രേഡ് കഴിഞ്ഞിട്ട് ഈ ട്രേഡ് ഇവിടെ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബൗൺസ് വർക്ക് കിട്ടിയത് ഇവിടുന്ന് എവിടം വരെ ചെയ്യാം? 24,200 വരെ. എന്തുകൊണ്ടാണ് 24,200 വരെ ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ OA ഉള്ളത്, ഓപ്പൺ ഇൻട്രസ്റ്റ്. സോ ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, OAനെ കുറിച്ച് പഠിക്കണം. അതായത് നമ്മളിത് ബൈ ഏരിയയിൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യേണ്ട എവിടെയാണ്? ഏറ്റവും കൂടുതൽ സെല്ലർ ഓൾറെഡി അവിടെ അവരുടെ പൊസിഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് അവിടെ അത്രയും കൂടുതൽ OA ഉള്ളതുകൊണ്ട് എന്താണ് അവിടെ എന്ത് വരും? അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത് അൺവൈൻഡ് ആയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. സോ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു മാർക്കറ്റ് വീണ്ടും താഴെ വന്നു. ഓക്കെ, താഴെ വന്ന് അഗെയിൻ നമ്മുടെ ലിക്വിഡിറ്റി സോണിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നാണ് മാർക്കറ്റ് പോയത്. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത്. മാർക്കറ്റ് ആ ലിക്വിഡിറ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു. അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഒരു 10 പോയിൻറ്റ്സ് സ്കാൽപ്പ് ട്രേഡ് ഇവിടുന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടം വരെ അടുത്ത OA വരെ, സോ ഇവിടം വരെ. ഓക്കെ, ഈ ഒരു ചെറിയ ട്രേഡ്. സോ ഇത്രയും ട്രേഡ്സ് ഒന്നും ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ, നിങ്ങൾ ആ ലിക്വിഡിറ്റി പഠിക്കാൻ വേണ്ടി കാണിച്ചു തന്നെയാണ്. ഓക്കെ, സോ എപ്പോഴും ഞാൻ പറയുന്നത് ബൈ ഓൺ ദ ഡിപ്പ്, സെൽ ഓൺ ദ റൈസ്. മുകളിൽ നിന്ന് വിൽക്കുക, താഴെ നിന്ന് മേടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ. സോ നമുക്ക് പെട്ടെന്ന് നാളത്തെ വീഡിയോ അനാലിസിസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകാം, വീക്കിലി ക്യാൻഡിലോട്ട് പോകാം. എന്നിട്ട് വീക്കിലി ഹൈസ് ആൻഡ് ലോസ് ഞാൻ മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സമയം കളയാതെ തന്നെ വീക്കിലി ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്ത് നോക്കാം. സോ മാർക്കറ്റ് എന്താണ് ഇന്ന് ചെയ്തിട്ടുള്ളത്? ലാസ്റ്റ് വീക്കിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. കാരണം മാർക്കറ്റ് ഇവിടെ താഴോട്ട് പോയതാണ്. സോ മാർക്കറ്റ് മുകളിലത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. ഇനി നമുക്ക് ലിക്വിഡിറ്റി എവിടെയാണുള്ളത്?
വീക്കിലി ലോ ലിക്വിഡിറ്റി എവിടെയുള്ളത്? ഇവിടെയാണ് വീക്കിലി ലോ ലിക്വിഡിറ്റി ഉള്ളത് അല്ലേ? മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, സോ വീക്കിലി ഹൈസ് ആൻഡ് ലോസ് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ടൈം ഫ്രെയിം ഏതാണ്? ഡേ ഫ്രെയിം. സോ ഡേ ഫ്രെയിമിൽ നമുക്ക് കാണാം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. മാർക്കറ്റ് ഇന്ന് വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൻ്റെ മേജറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുകയാണ്. സോ ഇനി മാർക്കറ്റിൻ്റെ മേജർ ലെവലാണ് ഏതാണ്? 24,028. ഓക്കെ, ഇതാണ് 24,000 അറൗണ്ട്, അതാണ് മാർക്കറ്റിൻ്റെ ലെവലുള്ളത്. അതിൻ്റെ താഴെ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് എവിടെയുള്ളത്? മാർക്കറ്റിൻ്റെ സപ്പോർട്ട് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ ഒരു സപ്പോർട്ടാണ്. ഓക്കെ, ഈ ലോ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടാണ്. സോ ഇത് രണ്ടും മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്, ഇത് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ്. സോ 1 ഡേയുടെ മുകളിൽ ഇനി എവിടെയുള്ളത്? 4 അവർ ടൈം ഫ്രെയിമിൽ പോവാം. 4 അവർ ടൈം ഫ്രെയിം പോയിട്ട് ഇവിടെയൊക്കെ നമ്മൾ OA ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ OA ഞാൻ ഓഫാക്കിയാണ് ചെയ്യാറ്, വേണമെങ്കിൽ ഞാൻ ഓഫാക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയാണ്, നിങ്ങളത് ഓണാക്കി ഇടുക. ഓക്കെ, സോ നമുക്കൊരു എപ്പോഴും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നത് എന്താണ്? ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റാരും കാണിക്കാത്തത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തെല്ലാം ചെയ്യുന്ന അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബിക്കോസ് നിങ്ങളും നാളെ നമ്മളെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ ട്രേഡ് എടുത്ത് തുടങ്ങണം നിങ്ങളും. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ളവരും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരെല്ലാം സെയിം ട്രേഡാണ് മാക്സിമം ആൾക്കാർ ചെയ്യാറ്. അവരെല്ലാം പ്രോഫിറ്റബിളുമാണ്. ഓക്കെ, ഓവർ ട്രേഡ് ചെയ്യാത്തവർ. ഓക്കെ, സോ മാർക്കറ്റ് 4 അവറിൽ നമുക്ക് 4 അവറിൻ്റെ ലോ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഇത് ഒരു CAS ക്യാൻഡിലാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്, നമുക്ക് ഇഗ്നോർ ചെയ്യാം ഇപ്പം. സോ നമുക്ക് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് എവിടെയാണ് വരുന്നത്? 24,200. ഇത് നമ്മുടെ എന്താണ്? മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 24,200 നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് എവിടെയുള്ളത്? 24,300 24,200 നമ്മുടെ എന്താണ്? മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇവിടെ വരാം, 1 അവറിൽ വരാം. സോ 1 അവറിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? നമുക്ക് റെഡ് കളർ കൊടുക്കാം, എന്നും കൊടുക്കുന്ന പോലെ നമുക്കിവിടെ എല്ലാത്തിനും റെഡ് കളർ കൊടുക്കാം. ഓക്കെ, സോ ഇതിനെല്ലാത്തിനും ഞാൻ റെഡ് കളർ കൊടുത്തു. ആൻഡ് ഇനി നമുക്കിതിൻ്റെ താഴെ 30 മിനിറ്റിലോട്ട് വരാം. 30 മിനിറ്റിലോട്ട് വരാം. 30 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രെൻഡ് ലൈൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതിവിടെ വരച്ചിട്ടേക്കാം നമുക്ക്. ജസ്റ്റ് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത ടൈം ഫ്രെയിമിൽ വരയ്ക്കാം. ഇതിന് താഴെ പോയി വരയ്ക്കാം ബുള്ളിഷ് ട്രെൻഡ് ലൈൻ. സോ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിന് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ OB ആണ്. ഈ OB ഞാൻ മാർക്ക് ചെയ്തിടുന്നു. അതുപോലെ തന്നെ ഇതും നമ്മുടെ ഒരു OB ആണ്. ഓക്കെ, ഇതും നമ്മുടെ ഒരു OB ആണ്. ഈ 2 OBയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ 50 മിനിറ്റ്സ്. ഓക്കെ, 50 മിനിറ്റ്സിൽ മാർക്കറ്റ് നാളെ ഇനിയാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. മാർക്കറ്റ് നാളെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിന് വീണ്ടും താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലോ വരെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഒരു ഗ്യാപ്പ് അപ്പിലെല്ലാം കയറുകയാണെങ്കിൽ, ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലെല്ലാം കയറി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ഓക്കെ, ഈ ഹൈ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ ഹൈ വരെ 24,298 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ട് മുകളിലെ റെസിസ്റ്റൻസ് 24,377. സോ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. താഴെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിക്വിഡിറ്റി ഇവിടുന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാണ്ട് മാർക്കറ്റ് ജസ്റ്റ് താഴോട്ടൊന്ന് പോയിട്ട് ഒന്ന് ഷേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് മോളോട്ട് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. ഓക്കെ, സോ ബൈ ഓൺ ദ ഡിപ്പ്, സെൽ ഓൺ ദ റൈസ്. ഓൾവേസ് സെയിം പ്ലാൻ, സെയിം ട്രേഡ്സ്, കണ്ടിന്യൂ, സെയിം സ്ട്രാറ്റജി. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ്, സെൽ ഓൺ ദ റൈസ്, POE, ലിക്വിഡിറ്റി. ഓക്കെ, സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ 7th നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ജോയിൻ അവർ കോഴ്സ്. 2.5 months കോഴ്സാണ്. യു ക്യാൻ ഈസിലി മാസ്റ്റർ ഓൾ തിങ്സ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നും എല്ലാ റൂളും ഫോളോ ചെയ്തവരെല്ലാം നല്ലപോലെ പ്രോഫിറ്റബിളാണ്. നമ്മുടെ 30 days ചലഞ്ച് ഗ്രൂപ്പ് ഞാൻ കാണുന്നുണ്ട്. ഐ എം ഹാപ്പി. സോ സൂൺ നമുക്ക് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യണം. ഏറ്റവും കൂടുതൽ നല്ലോണം ചെയ്ത ആൾക്കാരെ ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് കോഴ്സിൽ 1 slot ഫ്രീ ആയിട്ടുള്ളത്. ഏറ്റവും നല്ലോണം
ട്രേഡ് ചെയ്തവരെ നമ്മൾ ഉടനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കോഴ്സിന് മുന്നേ. ആൻഡ് നമ്മുടെ FB നിന്നും ഒരു ഇതുണ്ട്. FB നിന്ന് നമ്മുടെ FB ഫോളോ ചെയ്ത് എന്നും കമൻ്റ് ഇടുന്നവരിൽ ഒരാൾക്ക് നമ്മുടെ നെക്സ്റ്റ് SMC ICT കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ MindTrackFXൻ്റെ FB പോയി ഫോളോ ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, അതിൽ കമൻ്റ് ഇടുക. സോ നെക്സ്റ്റ് ഈ കോഴ്സ് നമുക്ക് മാസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.